IT ആക്ട് 2000. ഇന്ത്യയിൽ IT ആക്ട് പാസാക്കിയത് 2000 ജൂൺ 9-നാണ്. നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17. 13 ചാപ്റ്ററുകളും 94 സെക്ഷനുകളും 4 പട്ടികകളുമായിരുന്നു IT ആക്ട് 2000-ൽ ഉണ്ടായിരുന്നത്. 2008-ൽ IT ആക്ട് ഭേദഗതി ചെയ്തു. പാർലമെന്റ് പാസാക്കിയത് 2008 ഡിസംബർ 23-നും പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2009 ഫെബ്രുവരി 5-നും നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27-നുമാണ്. ഇന്നിതിൽ 14 ചാപ്റ്ററുകളും 124 സെക്ഷനുകളും 2 പട്ടികകളുമാണ് ഉള്ളത്. സൈബർ നിയമങ്ങൾ റെസിജ്വൽ പവേഴ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം സിംഗപ്പൂറും ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം ഇന്ത്യയുമാണ്. സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപം നൽകിയിട്ടുള്ള പ്രത്യേക ടീമാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ ഏജൻസി റെസ്പോൺസ് ടീം. 2004-ൽ വന്ന സർക്കാർ നെറ്റ്വർക്കുകളിലെ സൈബർ ആക്രമണങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കുവാനും തടയുന്നതിനുമായി നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ആരംഭിച്ച പദ്ധതിയാണ് NIC CERT. 2017 ഡിസംബർ 11 മുതലാണ് ഇത് ആരംഭിച്ചത്. ഇന്ത്യയിൽ സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സംവിധാനമാണ് നാഷണൽ സൈബർ കോർഡിനേഷൻ സെന്റർ. ഇന്റർനെറ്റിലൂടെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന സേനയാണ് സൈബർ വാരിയർ പോലീസ് ഫോഴ്സ്. സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി കേന്ദ്ര IT മന്ത്രാലയം ആരംഭിച്ച സംരംഭമാണ് സൈബർ സുരക്ഷിത് ഭാരത്. ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930. സെക്ഷൻ 3 ഒതന്റിക്കേഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. സെക്ഷൻ 5 ലീഗൽ റിക്കഗ്നിഷൻ ടു ഇലക്ട്രോണിക് സിഗ്നേച്ചർ. സെക്ഷൻ 6 സർക്കാരിൻ്റെയോ സർക്കാർ ഏജൻസിയുടെയോ സ്ഥാപനങ്ങളിൽ ഇലക്ട്രോണിക് റെക്കോർഡിൻ്റെയും ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെയും ഉപയോഗം. സെക്ഷൻ 7 ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചുവെക്കുന്നതിനെ സംബന്ധിച്ച്. റീറ്റൻഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. Section 17 Appointment of Controller and Other Officers. Section 18 Functions of Controller. Section 19 Recognition of Foreign Certifying Authorities. Section 21 License to Issue Electronic Signature Certificates. Section 65 Tampering with Computer സോഴ്സ് ഡോക്യുമെന്റ്. സൈബർ ടാമ്പറിംഗ് ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ നീക്കം ചെയ്യുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുക. സെക്ഷൻ 66 ഹാക്കിംഗ്. 66B ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം, മോഷണ വസ്തുക്കൾ സ്വീകരിക്കൽ. റിസീവിംഗ് സ്റ്റോളൻ കമ്പ്യൂട്ടർ ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. സെക്ഷൻ 66C ഐഡന്റിറ്റി തെഫ്റ്റ്. 66D ആൾമാറാട്ടം. 66E വയലേഷൻ ഓഫ് പ്രൈവസി. 66F സൈബർ ടെററിസം. 67A അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം. 67B ചൈൽഡ് പോർണോഗ്രഫി. 69A ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം. 73 തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർമ്മാണവും പ്രചരണവും. 2005-ലെ സുപ്രീം കോടതി വിധിപ്രകാരം നീക്കം ചെയ്യപ്പെട്ട സെക്ഷനാണ് 66A. 2020-ലെ IT ആക്ടിലെ സെക്ഷൻ 69A പ്രകാരം കേന്ദ്ര സർക്കാർ നിരവധി ചൈനീസ് ആപ്പുകളും നിരോധിച്ചു. ഇനി സെക്ഷൻസും അതുമായി ബന്ധപ്പെട്ട പെനാൽറ്റീസുമാണ്. സെക്ഷൻ 65 ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സസ്. എയ്തർ ഇംപ്രിസൺമെന്റ് അപ് ടു 3 years or 2 lakh rupees or both. 66 ഹാക്കിംഗ് വിത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം. ഇംപ്രിസൺമെന്റ് ഓഫ് 3 years അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ഫൈന് അല്ലെങ്കിൽ രണ്ടും കൂടി. 66B റിസീവിംഗ് സ്റ്റോളൻ കമ്പ്യൂട്ടർ. ഇംപ്രിസൺമെന്റ് അപ് ടു 3 years അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഫൈന് അല്ലെങ്കിൽ ഇത് രണ്ടും. 66C യൂസിംഗ് പാസ്വേഡ് ഓഫ് അനദർ പേഴ്സൺ. ഇംപ്രിസൺമെന്റ് അപ് ടു 3 years ആൻഡ് ഫൈൻ 1 lakh rupees. അതിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. 66D ചീറ്റിംഗ് യൂസിംഗ് കമ്പ്യൂട്ടർ റിസോഴ്സസ്. 3 വർഷത്തെ ഇംപ്രിസൺമെന്റോ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയോ അതല്ലെങ്കിൽ രണ്ടും കൂടിയോ. 66E പബ്ലിഷിംഗ് പ്രൈവറ്റ് ഇമേജസ് ഓഫ് അതേഴ്സ്. 3 വർഷത്തെ തടവോ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. 66F സൈബർ ടെററിസം. ജീവപര്യന്തമാണ് ശിക്ഷ. 67C ഫെയിലിയർ ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ്. ഇംപ്രിസൺമെന്റ് അപ് ടു 3 years അല്ലെങ്കിൽ ഫൈന് അല്ലെങ്കിൽ രണ്ടും കൂടിയോ.